CPIM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും മകനും BJP-യിൽ ചേർന്നു. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അധ്യക്ഷൻ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പാർട്ടി പ്രവേശനം. CPIM തനിക്കെതിരെ ഇതുവരെയില്ലാത്ത സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയാണെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു. ഇതുവരെ ഇല്ലായിരുന്ന ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ് എന്നെക്കുറിച്ച് പറയുന്നത്. അവരെന്തിനാ പിന്നെ ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം എന്നെ ബന്ധപ്പെട്ടത്? ഒരു കാരണവശാലും പോകരുത്. അപ്പം ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് ശരിയല്ല. ആ പരിപാടിയെല്ലാം നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, മധു മുല്ലശ്ശേരി മകന് മാത്രമേ ഉള്ളൂ, കൂടെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നോ? ഉമേഷ്. മധു മുല്ലശ്ശേരി, ഒപ്പം മകൻ മിഥുൻ മുല്ലശ്ശേരി, ഒപ്പം പ്രാദേശിക ചില പാർട്ടി പ്രവർത്തകർ എന്നിവരുൾപ്പെടെയാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇവർക്ക് അംഗത്വം നൽകി. ഇതുകൂടാതെ 3 സ്ഥലങ്ങളിൽ, അതായത് മംഗലപുരം ഏരിയ കമ്മിറ്റി കീഴിലുള്ള 3 സ്ഥലങ്ങളിൽ പൊതുസമ്മേളനം നടത്തി കൂടുതൽ CPM പ്രവർത്തകരെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുമെന്നും K. സുരേന്ദ്രൻ അറിയിച്ചു. മറ്റുള്ളവർക്ക് അംഗത്വം നൽകുന്നത് ഈ പൊതുപരിപാടിയിൽ വെച്ചായിരിക്കും എന്നാണ് K. സുരേന്ദ്രൻ അവകാശപ്പെട്ടത്. എന്തായാലും BJP-യിലേക്ക് എത്തുന്ന CPM പ്രവർത്തകർക്കെതിരെ CPM ഇപ്പോൾ കള്ളക്കേസ് എടുക്കുകയാണ് എന്നുള്ള ആരോപണവും K. സുരേന്ദ്രൻ പറഞ്ഞു. കള്ളക്കേസ് എടുത്തിരുന്നുവെങ്കിൽ ബിപിൻ സി ബാബുവിനെതിരെയുള്ള കേസ് കള്ളക്കേസാണ്. 2 വർഷം മുൻപുള്ള പരാതിയാണ്. ആ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ എടുത്തിരുന്നെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ 2 മന്ത്രിമാർക്കെതിരെ കൂടി കേസെടുക്കണം, അവർക്കെതിരെയും ഗാർഹിക പീഡന പരാതിയുണ്ട് എന്നുള്ള ഗുരുതര ആരോപണവും K. സുരേന്ദ്രൻ ഉന്നയിച്ചു. അതേസമയം അംഗത്വം സ്വീകരിച്ച മധു മുല്ലശ്ശേരി തനിക്കെതിരെ ഇപ്പോൾ CPM ഉന്നയിക്കുന്ന സാമ്പത്തിക ആരോപണം അടക്കമുള്ളവ കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെന്നും മറ്റൊരു വേദിയിൽ ഇക്കാര്യങ്ങളെല്ലാം പറയുമെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു. രശ്മി. ഓക്കെ, എന്തായാലും 2 തവണ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഇന്നു മുതൽ BJP-യുടെ പ്രവർത്തകനാണ്. തിരികെ തമിഴ് വിളയ്ക്ക് ശേഷം